Hi everyone, welcome to Ananta IAS News Analysis. അപ്പം ഇന്ന് ജൂലൈ 30 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയലിൽ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ബീഹാറിൽ നിന്നുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. രണ്ടാമത്തത് നമ്മുടെ ജോബ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. അവിടുത്തെ ഇൻഫോർമലൈസേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫോർമലൈസേഷനും കോൺട്രാക്ട് ലേബറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. ഈ രണ്ട് വാർത്തകളും നമ്മുടെ UPSCയുടെ സിവിൽ സർവീസിന്റെ മെയിൻസ് എക്സാമിനേഷന്റെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാർത്തകൾ തന്നെയാണ്. എനിവേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ. അപ്പൊ അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ബീഹാറിൽ നിന്നാണ്. എഡിറ്റോറിയലിലെ ബീഹാർസ് ഡാർക്ക് സൈഡ് ദ ഹബ് ഓഫ് ഗേൾ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹെഡിങ്ങിൽ സബ് ഹെഡിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പം ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് GS പേപ്പർ 1 മുതൽ GS പേപ്പർ 4 ഈ 4 പേപ്പറിലും ഒരുപോലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഡിഫറെന്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ വൾണറബിൾ സെക്ഷൻസ് എസ്പെഷ്യലി വുമൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിക്കൊണ്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഗവേണൻസ് ആസ്പെക്റ്റിലാണ്. കാരണം ഇത്തരത്തിൽ ഹ്യൂമൻസ് ട്രാഫിക്കിംഗ് ചെയ്യപ്പെടുന്നത് ചൈൽഡ് സെക്ഷൽ വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പോക്സോ പോലെയുള്ള പല ആക്ടുകളുടെയും ശരിയായ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇത്തരം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് പിന്നിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ തുടർന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പോക്സോ പോലെയുള്ള ഗവൺമെന്റ് ആക്ടുകളുടെ ബില്ലുകളുടെ അതിന്റെ ഗവേണൻസ് ഇംപ്ലിമെന്റേഷൻസ് അതിൽ വരുന്ന ചാലഞ്ചസ് ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേണൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് സോഷ്യൽ ജസ്റ്റിസ്. നേരത്തെ പറഞ്ഞ പോലെ വുമൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അതിന്റെ സക്സസ് എല്ലാം ഈ പറയുന്ന രൂപത്തിൽ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ആസ്പെക്ട് ആണ് ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ബീഹാർ എന്ന് പറയുന്നത് നോർത്തേൺ ഏരിയയിൽ വരുന്ന അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റുകളിലൊന്നാണ്. ഇന്റർനാഷണലി നേപ്പാളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പൊ ബീഹാറും നേപ്പാളുമായിട്ടുള്ള ബോർഡർ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു പോറസ് ബോർഡർ ആണ്. അതായത് കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ട ഒരു ബോർഡർ അല്ല ബീഹാറിനും നേപ്പാളിനും ഇടയ്ക്കുള്ളത്. കാരണം ഇന്ത്യക്കാർക്ക് വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ബീഹാറിന്റെ താഴെ നിൽക്കുന്ന നിയർ ബൈ ബോർഡർ ഷെയർ ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളെ മനുഷ്യക്കടത്തിന് വേണ്ടിയിട്ട് മനുഷ്യക്കടത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ നിന്ന് ബീഹാറിലേക്ക് എത്തിക്കുകയും ബീഹാറിൽ നിന്ന് നേപ്പാളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ കൂടെ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് പിന്നിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ IRLും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ ജനറൽ സ്റ്റഡീസ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം വരാം. കാരണം ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഓർഗനൈസ്ഡ് ക്രൈംസ്. ഓക്കെ, ഓർഗനൈസ്ഡ് ക്രൈമുമായിട്ട് വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻസിനെ കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ ട്രാഫിക് ചെയ്ത് പണം സമ്പാദിച്ച് അത് വെപ്പണൈസേഷൻ അല്ലെങ്കിൽ അത് ടെററിസത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഒരുപാട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ നിയർ ബൈ ഏരിയാസിലൊക്കെ ഇത്തരത്തിലുള്ള ഡ്രഗ് കാർട്ടൽസും ഹ്യൂമൻ ട്രാഫിക്കിംഗ് കാർട്ടൽസും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ രാജ്യത്തിന് നേരെ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ സ്വാഭാവികമായിട്ടും GS പേപ്പർ 3 പലതവണ ചോദിച്ചതാണ്, വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. then അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ എത്തിക്കൽ പെർസ്പെക്റ്റീവ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. ഈ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കേസ് സ്റ്റഡീസ് ഒക്കെ ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ 4 പേപ്പറിലും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്ന ഒരു കോർ സബ്ജക്ട് തന്നെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എനിവേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ. ഇതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു വാർത്തയുടെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 14 വയസ്സായ ഒരു പെൺകുട്ടിയെ ബീഹാറിന്റെ നിയർ ബൈ സംസ്ഥാനത്തിൽ നിന്നും ട്രാഫിക് ചെയ്ത്, അതായത് ഛത്തീസ്ഗഡിൽ നിന്നും ട്രാഫിക് ചെയ്ത് ബീഹാറിലേക്ക് എത്തിക്കുകയും അവിടെ അന്വേഷണത്തിനൊടുവിൽ അവിടെ വെച്ച് അത് പിടിക്കപ്പെടുകയും ആ പെൺകൊച്ചിനെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യയിലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ളത്. സോ ദർ ഇസ്
this journey of this 14 years old girl. She is trafficked from Chhattisgarh to Bihar under the false promise of better future and not just a singular tragedy. അതൊരു സിംഗുലർ ട്രാജഡി ആയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പെൺകുട്ടികൾ പല സമയത്തായിട്ട് പല കാലഘട്ടങ്ങളിലായിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാഫിക്കിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം, കാണണം എന്നാണ് ഈ ഒരു ന്യൂസ് പേപ്പറിൽ പറയുന്നത്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റാസ് ഒക്കെ വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് മെയിൻസ് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. Then it stands as a grim testament to the widespread and deeply rooted crisis. ഇതൊരു ഡീപ്പ് റൂട്ടഡ് ക്രൈസിസ് ആണ്. കാരണം ഇതിന്റെ ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ അതിന്റെ ഒരു അറ്റം മാത്രമാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അതിന്റെ പുറകിലേക്ക് നിൽക്കുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ് മുതൽ സെക്ഷൽ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്, അതുപോലെ തന്നെ ഈ പറയുന്ന വെപ്പണൈസേഷൻ അല്ലെങ്കിൽ വെപ്പൺ ട്രേഡ്, ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ മറുതല നീണ്ടു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് ആണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് ഹെർ സ്റ്റോറി മാർക്കറ്റ് ദി അൺഇമാജിനബിൾ വയലൻസ് ആൻഡ് ലോസ് ഓഫ് ഡിഗ്നിറ്റി. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ there is a provision to protect the dignity of the woman. ഓക്കെ, സോ ഡിഗ്നിറ്റി ഓഫ് ദ വുമൻ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ആസ് എ സിറ്റിസൺ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ DPSPയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, DPSPയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഗ്നിറ്റി ഓഫ് ദി വുമൻസ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലാതെ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഡിഗ്നിറ്റി ഓഫ് എവറി ഹ്യൂമൻ ബീങ് ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 19. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 21ലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആർട്ടിക്കിൾ 21ലേക്ക് വരുന്ന സമയത്ത് കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ എന്ത് വരുന്നുണ്ട്, റൈറ്റ് ടു ലൈഫ് വരുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന സമയത്ത് അവിടെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഹാവ് എ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് എന്നുള്ളത് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 19ലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ആർട്ടിക്കിൾ 19ല് നമുക്കറിയാം സ്പീച്ച്, ഓക്കെ, സ്പീച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നുണ്ട്. ആ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ കൊണ്ടുവരുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രൈവസി അതിലേക്ക് കടന്നു കയറാതെയുള്ള നമ്മുടെ സംസാര സ്വാതന്ത്ര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്ന ആസ്പെക്ട് കവർ ആയിട്ട് പോകുന്നുണ്ട്. അതും കൂടെ അവിടെ ഒന്ന് ഓർത്ത് വെക്കണം. സോ ഇറ്റ് എക്സ്പീരിയൻസ് ദ കൗണ്ട്ലെസ് ഗേൾസ് അക്രോസ് ഇന്ത്യ, പെർട്ടിക്കുലർലി ബീഹാർ, where human trafficking has evolved into a sophisticated brutal industry. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രൂട്ടൽ ഇൻഡസ്ട്രി ആയിട്ട് തന്നെ, ഒരു ഓർഗനൈസ്ഡ് ക്രൈം, ഒരു സിൻഡിക്കേറ്റിന്റെ ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ ഡാറ്റാസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു ജൂൺ വരെ മാത്രം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 271 ഗേൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബീഹാറിൽ നിന്ന് മാത്രം രക്ഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളുടെ കണക്ക് മാത്രമാണ് 271 എന്ന് പറയുന്നത്. അതല്ലാത്ത പെൺകുട്ടികളുടെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇതിന്റെ 10 മടങ്ങായിരിക്കും. അതും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മാത്രം കണക്കാണ്. അപ്പം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ഓക്കെ, NHRCയുടെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം, അതുപോലെ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, ഓക്കെ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം ഓരോ 8 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിന് വിധേയമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്രത്തോളം വലിയ നമ്പർ ആണ് അത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ മോർ ദാൻ ഹാഫ് ഹാവിംഗ് ബീൻ ഫോഴ്സ്ഡ് ഇൻ ടു എക്സ്പ്ലോയിറ്റേറ്റീവ് ഓർക്കസ്ട്ര വർക്ക് റെസ്റ്റ് ഇൻ ടു ഫ്ലഷ് ട്രേഡ്. ഫ്ലഷ് ട്രേഡ് എന്ന് പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്കിനൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ്ഫുൾ ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഘങ്ങൾ, ഇങ്ങനെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന സംഘങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ഇതിലേക്ക് വന്നു പെടുന്നതാണ്, അവർക്ക് നല്ല ഒരു ബെറ്റർ ലൈഫ് ഓഫർ ചെയ്തുകൊണ്ട്. കാരണം ബീഹാർ എന്ന് പറയുന്നത്, അതുപോലെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പുവർ റീജിയൻ ഓഫ് ദി ഇന്ത്യ അല്ലെങ്കിൽ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പുവർ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് ഒരു ബെറ്റർ ലൈഫ് ഓഫർ ചെയ്തുകൊണ്ട് അവരെ ചതിയിൽപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then the Saran district, that is notorious for such operations, saw a rescue of 162 girls since January. ഒരു വർഷത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രം 162 കേസുകൾ, ഓക്കെ, റെസ്ക്യൂ ചെയ്ത കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ജില്ലയിൽ നടക്കുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ അളവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദർ ആർ സം പോക്കറ്റ്സ്, ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയാസ് ഉണ്ട് വേർ ദ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഈസ് വെരി മച്ച് കോൺസെൻട്രേറ്റഡ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിലനിൽക്കുന്ന
ചില ഡിസ്ട്രിക്റ്റുകൾ, ചില ജില്ലകളുണ്ട്, ചില പോക്കറ്റുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ട്രാഫിക്കിംഗ് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം പോക്കറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം ഡിസ്ട്രിക്റ്റുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രവർത്തിച്ചാൽ മതി, അല്ലെങ്കിൽ ആക്ഷൻസ് എടുത്താൽ മതി. ഇതിന്റെ സൊല്യൂഷൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ അതും കൂടെ നോക്കുന്നതായിരിക്കും. ഓക്കെ, then while the partner organization just right for the children aided in saving 116, okay, അതായത് 116 more between March and June. So ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, 162 പ്ലസ് 116 ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കണക്ക് മാത്രമാണ്. ഓക്കെ, അതായത് 278 കുട്ടികളാണ് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന്, അതും ഒരു വർഷമായിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ 6 മാസത്തിന്റെ ഇടയ്ക്ക് 270 കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യക്കടത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബിഹൈൻഡ് ദീസ് നമ്പേഴ്സ് ലൈസ് ഹൊറർ. ഓക്കെ, അതായത് വളരെ വലിയ നമ്പറാണ്. ഗേൾസ് ആസ് യങ് ആസ് 12 years sold for as little as 10,000 rupees. 12 വയസ്സായ പെൺകുട്ടികളെ 10,000 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ എന്ത് ചെയ്യുന്നത്, തട്ടിക്കൊണ്ട് പോയിട്ട് വിൽക്കുന്നത്. അപ്പൊ അവർ പിന്നീട് എന്തിലേക്ക് എത്തുന്നുണ്ട്, സെക്ഷൽ സ്ലേവറി, ലൈംഗിക അടിമത്തത്തിലേക്കും, അതുപോലെ തന്നെ സബ്ജക്ട് ടു ദ വയലൻസ് ഇൻ ദ സ്ക്വാഡ്, അതുപോലെ തന്നെ ഓവർ ക്രൗഡഡ് ക്വാർട്ടേഴ്സ്, ഇങ്ങനെയുള്ള പല സ്ഥലത്തും ഇത്തരം പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെയൊക്കെ ഒരു റൂട്ട് കോസ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പോവേർട്ടി. കാരണം അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ പാരന്റ്സ് തന്നെ ഇത്തരത്തിൽ കുട്ടികളെ വിൽക്കാറുണ്ട്. 10,000 രൂപയാണെങ്കിൽ 10,000 രൂപ എന്നുള്ള രൂപത്തിൽ പാരന്റ്സ് തന്നെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും വിൽക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ പോവേർട്ടി അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. ദെൻ ദ നെക്സ്റ്റ് ഇസ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞ ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ ആയാലും ജാർഖണ്ഡ് ആയാലും ഛത്തീസ്ഗഡ് ആയാലും അതുപോലെ തന്നെ ബീഹാർ ആയാലും ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും ബാക്ക്വേർഡ് റീജിയൻസ് ആണ്. അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ് അത്രത്തോളം സ്ട്രോങ് അല്ലാത്ത പ്രദേശങ്ങളാണ്. അതുമല്ലാതെ മൈനിങ് ആക്ടിവിറ്റികൾ വളരെ കൂടുതൽ നടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ജോഗ്രഫിക്കൽ ആയിട്ട് ഒരുപാട് ബാരിയേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നിലനിൽക്കുന്ന പ്രദേശമാണ്. കൂടാതെ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം നിയർ ബൈ നേപ്പാളിലേക്ക് കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ കടത്തുന്നത് കുറെ കൂടെ എളുപ്പമാണ്. കാരണം ബോർഡർ നേപ്പാളുമായിട്ട് നമുക്ക് എന്തല്ല, പാകിസ്ഥാൻ അല്ലെ ചൈന പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ളത് പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ നേപ്പാളുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ നേപ്പാളിലേക്ക് കൊണ്ടുപോയിട്ട് പലപ്പോഴും നേപ്പാളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാറുണ്ട്. ദെൻ കൾച്ചറൽ മാനിപ്പുലേഷൻ, അതായത് പലപ്പോഴും അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സിനിമകളിലൊക്കെ അതുപോലെ തന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇത്തരത്തിൽ സ്ത്രീകൾ അവരുടെ കെണിയിൽ പെടുത്താറുള്ളത്. ഓക്കെ, അതായത് ആർട്സ് ഫോക്കസ്ഡ് സ്റ്റേറ്റ്സ്, ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആർട്സ് അല്ലെങ്കിൽ കലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനങ്ങളും കൂടെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ മാനിപ്പുലേഷനും കൂടെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇങ്ങനെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായിക്കൊണ്ട് എത്തിപ്പെടുന്ന പലരും എന്ത് ചെയ്യാറുണ്ട്, സോൾജിയേഴ്സ് ആയിട്ട് മാറാറുണ്ട്. അതായത് നക്സലിസത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളെ അത്തരത്തിൽ നക്സലിസത്തിന്റെ ഭാഗമായിട്ട് അവരെ ഇത്തരത്തിൽ ചൈൽഡ് സോൾജിയേഴ്സ് ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ബെഗിങ്. ഇപ്പൊ നിങ്ങളൊക്കെ കുറെ കാലം മുമ്പൊക്കെ ന്യൂസ് പേപ്പറിൽ നമ്മുടെ കേരളത്തിൽ പോലും റിപ്പോർട്ട് ചെയ്ത വാർത്തകളായിരുന്നു, ചെറിയ കുട്ടികളുടെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടും അതുപോലെ തന്നെ അവർക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടും അവരെ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിനാരിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബർ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞു മൈനിങ് ആക്ടിവിറ്റി ഒക്കെ വളരെ നടക്കുന്ന പ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സംസ്ഥാനങ്ങൾ. അപ്പൊ അത്തരം മൈനിങ് പർപ്പസിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി റാറ്റ് ഹോൾ മൈനിങ് പോലെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളെ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് റിമൂവൽ ഓഫ് ഓർഗൻ, അതായത് ഓർഗൻ ട്രേഡുകൾ, അതും ഇത്തരത്തിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടക്കാറുണ്ട്. ദെൻ സെല്ലിംഗ് ഓഫ് ദ ചിൽഡ്രൻ, ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. 12 വയസ്സായ ഒരു കുട്ടിയെ 10,000 രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് മാരേജസ്, ചൈൽഡ് മാരേജസ് ആർ സ്റ്റിൽ പ്രിവലന്റ് ഇൻ ദിസ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഈ ഒരു ബെൽറ്റിൽ ഇപ്പോഴും ചൈൽഡ് മാരേജ് ഒക്കെ വളരെ പ്രിവലന്റ് ആണ്. അതുപോലെ തന്നെയാണ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ്. അപ്പം ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ചൈൽഡ് ട്രാഫിക്കിങ്ങിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, എൻഫോഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഏജൻസികൾ, അത് പോലീസ് ആയിക്കോട്ടെ, ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, വിങ്ങുകൾ ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ ഒരു ഓവർസൈറ്റ് ചെയ്യണം, അവരെയൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നിരീക്ഷിക്കണം, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം.
അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ചൈൽഡ് ട്രാഫിക്കുകളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ഇതിന്റെ ഭാഗമായിട്ട് പിടിക്കപ്പെടുന്ന ആളുകളെ എന്ത് ചെയ്യണം, പ്രോസിക്യൂഷൻ ഓഫ് ദി പെർപെട്രേറ്റേഴ്സ് ഭാഗമായിട്ട് പിടിക്കപ്പെടുന്ന ഇങ്ങനെ കേസുകളിൽ പെടുന്ന ആളുകളെ കൃത്യമായിട്ട് ശിക്ഷിക്കാൻ പറ്റണം. ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഗോവിന്ദചാമി, ഓക്കെ, ആ ഒരു കേസ് നമുക്കറിയാം. അപ്പം അതുപോലെ അങ്ങനെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അല്ലെങ്കിൽ ചൈൽഡ് മൊളസ്ട്രേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ട്രാഫിക്കിങ്ങിലൊക്കെ ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ അതൊരു ഡിറ്ററൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം രക്ഷിക്കപ്പെടുന്ന ചില കുട്ടികൾ ഉണ്ടായിരിക്കും, ചൈൽഡ്, ഓക്കെ, ചിൽഡ്രൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ കൊടുക്കണം. കാരണം പലപ്പോഴും അവർ പല ട്രോമയിലൂടെ ആയിരിക്കും കടന്നു വരുന്നത്. ഓക്കെ, പലപ്പോഴും ഒറ്റപ്പെട്ട അത്തരത്തിലുള്ള ഒരു മെന്റൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസ്റ്റോർഷൻ അവർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കൊരു മാനസിക പിന്തുണ ആവശ്യമുണ്ട്. അത് കൊടുത്തുകൊണ്ട് അവർ എന്ത് ചെയ്യണം, ഒരു സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷനും കൂടെ അവർക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ദർ ഷുഡ് ബി എ കോൺസ്റ്റന്റ് സപ്പോർട്ട്. അവർക്ക് തുടർച്ചയായിട്ടുള്ള പിന്തുണകൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ അടുത്തതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്കൂൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള വിജിലൻസ് വരണം. അതുപോലെ തന്നെ ഓരോ വില്ലേജിലും ഒരു മൈഗ്രേറ്ററി രജിസ്റ്റർ വേണം. അതിൽ പ്രോപ്പർ ആയിട്ട് അവിടുത്തെ കുട്ടികളെ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെ ഒക്കെ രജിസ്ട്രേഷൻസ് കീപ്പ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വില്ലേജിൽ നിന്ന് ഏതെങ്കിലും കുട്ടിയോ സ്ത്രീയോ മിസ്സാവുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതാണ് ട്രാൻസ്പോർട്ട് സർവൈലൻസ്. ഇത്തരത്തിൽ അന്തർ സംസ്ഥാനം അതുപോലെ തന്നെ അന്താരാഷ്ട്രം, അതായത് ബീഹാറിൽ നിന്ന് നേപ്പാളിലേക്കൊക്കെ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻസിന് പ്രോപ്പറായിട്ട് സർവൈലൻസ് ചെയ്യണം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫുകൾ, ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കുകൾ അതുപോലെ തന്നെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അടുത്തതാണ് സ്ട്രെങ്തനിങ് ഓഫ് ദി ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്. ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ചും ഈ സംസ്ഥാനങ്ങളിലുള്ള ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റുകൾ എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ഓഫീസേഴ്സിന് എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. അവർക്ക് ക്ലിയർ ആയിട്ടുള്ള മാൻഡേറ്റ്, നിർദ്ദേശങ്ങൾ നൽകണം. അതുപോലെ തന്നെ ക്രോസ് ബോർഡേഴ്സ് ആയിട്ടുള്ള അധികാരങ്ങൾ അവർക്ക് കൊടുക്കണം. കാരണം ചിലപ്പം ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. അപ്പൊ ക്രോസ് ബോർഡർ ആയിട്ട് അടുത്ത ഡിസ്ട്രിക്റ്റിലും പോയിട്ട് അന്വേഷണം നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം, ക്രോസ് ബോർഡർ അതോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ട്രാക്കിങ്ങിനും പ്രോസിക്യൂട്ടിംഗ് ദ ട്രാഫിക്കേഴ്സിനും അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ അധികാരം കൂടെ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഓഫീസേഴ്സിന് കൊടുക്കണം. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ വിക്ടിം സെൻട്രിക് ആയിട്ട് ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ ട്രാഫിക്കിങ്ങിന് വിധേയമായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻസും കൂടെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് സ്പോൺസേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സൂപ്പർവൈസ് ചെയ്യുന്നതോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ NGO പോലെയുള്ളവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ദെൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് പിക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ലൈക്ക് ഫസ്റ്റ് വരുന്നതാണ് ഒന്ന് പോളിസി, കൃത്യമായിട്ടുള്ള എൻഫോഴ്സ് ചെയ്യുന്ന പോളിസീസ് നമ്മൾ എന്ത് ചെയ്യണം, നടപ്പാക്കണം. രണ്ടാമത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ട്രോങ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമുണ്ട്. അവരെന്ത് ചെയ്യണം, ദേ ഹാവ് ടു മോണിറ്റർ ആൻഡ് പ്രോസിക്യൂട്ട് ആൻഡ് റീഹാബിലിറ്റേറ്റ് ദ വിക്ടിംസ്. ഓക്കെ, അവർ പ്രോപ്പർ ആയിട്ട് ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് പിടിക്കപ്പെടുന്ന ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യണം, വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റും ചെയ്യണം. അടുത്തതാണ് കൺവേർജൻസ്, അതായത് ബിറ്റ്വീൻ ഡിഫറെന്റ് ഏജൻസീസ്, ഓക്കെ, ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്. അതുപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ലൈക്ക് സൈബർ പോലീസ്, ഓക്കെ, സൈബർ സെക്യൂരിറ്റി വിങ്, അതുപോലെ തന്നെ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്, ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ്, അതുപോലെ ചിലപ്പം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇവരെല്ലാവരും ഇതിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, കോമൺ ആയിട്ടുള്ള നാഷണൽ ഡിജിറ്റൽ ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സർവൈവർ ലെഡ് ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ നൽകുന്ന ഇൻഫർമേഷനിൽ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം, നടപടികൾ എടുക്കുകയും അതിന് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. അടുത്തതാണ് നോളജ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ വലയിൽ പോയിട്ട് ചാടാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യണം. അടുത്തതാണ് എക്കണോമിക് ഡിസിൻസെന്റീവ്സ്.
ഓക്കെ, അതായത് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി റിസ്കിയർ ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അതായത് ഇപ്പം കറന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്ക് വേണമെങ്കിലും ട്രാഫിക് ചെയ്യാം. അപ്പം അത് കുറെ കൂടെ റിസ്കിയർ ആയിട്ട് മാറുന്നു. അതിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് കുറവാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും, അതിൽ നിന്ന് പിന്മാറും. ദെൻ ദ നെക്സ്റ്റ് ഇസ് ടെക്നോളജി. ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് ഹ്യൂമൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ടെമ്പറേച്ചർ ഹീറ്റ് വിഷൻസ് സെൻസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് അവൈലബിൾ ആണ്. അപ്പം അത് യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യന്മാർ ചിലപ്പം പലപ്പോഴൊക്കെ ബോധം കെടുത്തിയിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത്, ട്രാഫിക്കിംഗ് നടത്തുന്നത്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് മാപ്പിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും പല സമയത്തും പല എക്യുപ്മെന്റ്സിന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യാറുള്ളത്, കടത്തിക്കൊണ്ട് പോകാറുള്ളത്, കണ്ടെയ്നേഴ്സിന്റെ ഉള്ളിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ തുറന്നു നോക്കാതെ തന്നെ ഹീറ്റ് മാപ്പിംഗ് യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ, ടെക്നോളജി നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ AI യൂസ് ചെയ്തിട്ട് പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ് എന്ത് ചെയ്യണം, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ഡാറ്റാബേസുകൾ, ഓരോ വില്ലേജുകളിൽ ഓരോ ഡിസ്ട്രിക്റ്റുകളിലുള്ള കുട്ടികളെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ഡാറ്റാബേസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക്കിംഗ് നടക്കാതെ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ആർട്ടിക്കിളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോർമലൈസേഷൻ ടു പവർ ദി പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എക്കണോമിക് സെക്ടർ അല്ലെങ്കിൽ ലേബർ സെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യത്തേതാണ് ഫോർമൽ സെക്ടർ, അതുപോലെ തന്നെ സെക്കൻഡ് ആണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. ഈ ഫോർമൽ സെക്ടർ എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും ഗവൺമെന്റ്, ഓക്കെ, ഗവൺമെന്റ് ജോലി വരുന്നുണ്ട്. ഇനി പ്രൈവറ്റ് സെക്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഹൈ പെയ്ഡ്, അതായത് മാനേജറിയൽ ലെവൽ ഓർ എബവ് ലെവലിലൊക്കെ വരുന്ന പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഫോർമൽ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർമൽ സെക്ടറിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പ്ലസ് അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് പെൻഷൻ, ഓക്കെ, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള പല സോഷ്യൽ ബെനിഫിറ്റുകളും എന്ത് ചെയ്യാറുണ്ട്, ഫോർമൽ സെക്ടറിന് കിട്ടാറുണ്ട്. എന്നാൽ ഇൻഫോർമൽ സെക്ടറിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും കോൺട്രാക്ട് ബേസ്ഡ് ലേബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് ലേബേഴ്സ്. ഓക്കെ, പ്ലാറ്റ്ഫോം ബേസ്ഡ്, അതല്ലെങ്കിൽ ഡെയിലി വർക്കേഴ്സ്, ഇവരൊക്കെയാണ് എന്തിൽ വരാറുള്ളത്, ഇൻഫോർമൽ സെക്ടറിൽ വരാറുള്ളത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ എക്കണോമി നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 90% പ്ലസ്, ഓക്കെ, 90%-ലധികം വർക്കേഴ്സ് എന്ന് പറയുന്നതും ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വാർത്ത പ്രകാരം ഇൻഫോർമൽ സെക്ടറിലും, അത് ഈവൻ ഫോർമൽ സെക്ടറിൽ തന്നെ ഇൻഫോർമലൈസേഷൻ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫോർമൽ സെക്ടറിൽ കോൺട്രാക്ട് ലേബറിൽ നിന്ന്, അല്ലെങ്കിൽ ലോങ് ടേം കോൺട്രാക്ടിന് പകരമായിട്ട് ഡെയിലി വേജ് വർക്കേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എംപ്ലോയീസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി പോലെയുള്ള പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫസ്റ്റ്, ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യസ് ഫോർമൽ മാനുഫാക്ചറിംഗ് സെക്ടർ ഹാസ് എക്സ്പീരിയൻസ്ഡ് എ പ്രൊഫൗണ്ട് ഷിഫ്റ്റ് ഇൻ ഇറ്റ്സ് എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ മാർക്കഡ് ബൈ എ സിഗ്നിഫിക്കന്റ് റൈസ് ഇൻ കോൺട്രാക്ട് ലേബർ. അതായത് ഫോർമൽ സെക്ടർ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമൽ സെക്ടറിലേക്ക് കൺവേർട്ട് ആവാണ്. അതായത് ഫോർമൽ സെക്ടർ ഇപ്പൊ കൂടുതലായിട്ട്, ഫോർമൽ സെക്ടറിന് പകരം കമ്പനീസ് ഒക്കെ ഇപ്പൊ കൂടുതലായിട്ട് ആളുകളെ എടുക്കുന്നത് കോൺട്രാക്ട് ബേസിലാണ്. ഓക്കെ, അതായത് ഒരു മാസത്തെ, അല്ലെങ്കിൽ ഒരു വർഷത്തെ, 2 വർഷത്തെ, 3 വർഷത്തെ ഒക്കെ കോൺട്രാക്ട് ബേസ്, അത് കഴിയുന്ന സമയത്ത് ആൾക്കാരെ പിരിച്ചുവിടും. അപ്പൊ ഇത്തരത്തില് ഒരു ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്ന മെത്തേഡ്, അല്ലെങ്കിൽ ഹയർ ആൻഡ് ഫയർ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനികൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്ന കോൺട്രാക്ട് ലേബർ എന്ന് പറയുന്നത്. അതിനടുത്തതാണ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്. ഇവരുടെ ഡാറ്റ പ്രകാരം ഇത്തരത്തിൽ കോൺട്രാക്ട് ലേബേഴ്സിനൊക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എടുത്തതിന്റെ ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് പണ്ട് ഉണ്ടായിരുന്നത് 20% എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ശതമാനം ഡബിൾ ചെയ്ത് ഓൾമോസ്റ്റ് 40.7% അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ കൂടുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ വിചാരിക്കും ലോവർ സെക്ടർ ഇൻഡസ്ട്രീസിലായിരിക്കും ഇത് കൂടുതലെന്ന്, എന്നാൽ അല്ല. ഹയർ സെക്ടർ ഇൻഡസ്ട്രീസിൽ, അതായത് നമ്മുടെ MSME സെക്ടേഴ്സിലൊക്കെ വരുന്ന സമയത്ത് കോർപ്പറേറ്റുകളിലൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പ്രവണത കാണുന്നത്. ഓക്കെ, സോ ആ കാര്യം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ദിസ് ഗ്രോയിങ് ട്രെൻഡ് ടുവേർഡ്സ് ഇൻഫോർമലൈസേഷൻ വിത്തിൻ ഫോർമൽ സെക്ടർ ഹാസ് റൈസ്ഡ് കൺസിഡറബിൾ കൺസേൺസ് റിഗാർഡിംഗ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ വർക്കേഴ്സ് വെൽഫെയർ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരേണ്ടത്. ഒന്ന്, ജോലിക്കാരുടെ ക്ഷേമം, അതായത് വർക്കേഴ്സ് വെൽഫെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളിലുള്ള ആസ്പെക്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതിൽ ഫസ്റ്റ് വരുന്നത് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് കോർ ലേബർ പ്രൊട്ടക്ഷൻ. ഇതാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ലേബർ പ്രൊട്ടക്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ടെനർ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് എന്തല്ല, അവൈലബിൾ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ദ റൈസ് ഓഫ് കോൺട്രാക്ട് ലേബർ ഇസ് ഓഫൺ റാഷണലൈസ്ഡ് ആസ് ദ മീൻസ് ടു എൻഹാൻസ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്കാരെ, അതായത് പലപ്പോഴും കമ്പനികൾക്ക് ഒരു കണ്ടിന്യൂസ് വർക്കേഴ്സിന് ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് മാത്രം ജോലിക്കാരെ എടുക്കേണ്ടി വരും. ആ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിക്കാരെ കൊണ്ട് പ്രത്യേകിച്ച് ആ കമ്പനിക്ക് ഉപയോഗം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഒരു കമ്പനി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഓപ്പറേഷൻ എന്ത് വേണം, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഈ കമ്പനികൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആളുകളെ ഹയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ജോലി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാം, പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇറ്റ് അലൗസിംഗ് ഫേംസ് ടു ആക്സസ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആൻഡ് അഡ്ജസ്റ്റ് ലേബർ ഫോഴ്സ് സൈസ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് നീഡ്സ്. അപ്പൊ മാർക്കറ്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് അത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലേബേഴ്സിന് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് വർക്കിലൂടെ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റിയേക്കാൾ കൂടുതലായിട്ട് കമ്പനികൾ ഇങ്ങനെ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലേബർ പ്രൊട്ടക്ഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇൻഫോർമൽ സെക്ടറിൽ ഒരാളെ, അല്ലെങ്കിൽ ഫോർമൽ സെക്ടറിൽ ഒരാളെ ജോലിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പെൻഷൻ, ഓക്കെ, പ്ലസ് സോഷ്യൽ സെക്യൂരിറ്റീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മുടെ കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന EPFO, ഓക്കെ, EPFO കോൺട്രിബ്യൂഷൻസ്, ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, കമ്പനികൾ നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ ഒരു കോൺട്രാക്ട് ലേബറിൽ വരുന്ന ഒരു ജോലിക്കാരന് ഈ പറയുന്ന ഒരു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. അപ്പം കമ്പനികൾ ഇത് ചെയ്യുന്നത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്പനികളുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലേബേഴ്സിന്റെ ഒരു എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടൊക്കെയാണ് കമ്പനികൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ കോൺട്രാക്ട് ലേബർ നടപ്പാക്കുന്നത്. അല്ലാതെ ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടല്ല, കമ്പനികളുടെ ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടല്ല. അവർ പറയുന്നത് അങ്ങനെയാണെങ്കിലും ഇൻ റിയാലിറ്റി അതല്ല സംഭവിക്കുന്നത്. സോ ദ കോൺട്രാക്ട് വർക്കേഴ്സ് ആർ യൂഷ്വലി ഹയർഡ് ത്രൂ തേർഡ് പാർട്ടി കോൺട്രാക്ടേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ അവർക്കുള്ള ലീഗൽ ഇഷ്യൂസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി എന്ത് ചെയ്യുന്നതായിരിക്കും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന കമ്പനി കോൺട്രാക്ട് വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് B എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കരാർ കൊടുക്കും. B എന്ന കമ്പനി ആയിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത്. അപ്പൊ ലീഗൽ ഇഷ്യൂസ് ഒക്കെ Bക്ക് നേരെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തേർഡ് പാർട്ടി മൂലമാണ് എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഇന്റർമീഡിയറി ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എംപ്ലോയീസിനെ ചൂഷണമായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹയറാർക്കി എക്സിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറി വരുന്നത് കൊണ്ട് പലപ്പോഴും എംപ്ലോയീസിന് ആപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന സാലറി കിട്ടാതെ വരുന്നുണ്ട്. ദെൻ their exclusion from laws governing layoff, retrenchment and protection from the arbitrary dismissal severely weakens their bargaining power, leaving them vulnerable to the exploitation. അപ്പം ഇത്തരത്തില് ഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൽ നിന്ന് പുറത്തു നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിലൂടെ എത്തിയത് കൊണ്ട് തന്നെ അവർക്കൊരു ബാർഗെയിനിങ് പവർ ഉണ്ടായിരിക്കില്ല. കാരണം കമ്പനിക്ക് എപ്പോൾ വേണേലും അവർ എന്ത് ചെയ്യാം, പിരിച്ചുവിടാം. കമ്പനി പറയുന്ന വർക്കുകൾ അത്രയും അവർ ചെയ്യേണ്ടതായിട്ട് വരും. ഓവർ ടൈം വർക്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്, കോൺട്രാക്ട് ബേസ്ഡ് വർക്ക് ആകുന്ന സമയത്ത് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഇസ് വേജ് ഡിസ്പാരിറ്റി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കോൺട്രാക്ട് വർക്കേഴ്സ് ആർ ഗെറ്റിംഗ് ലെസ് ദാൻ ഓൾമോസ്റ്റ് ലൈക്ക് 47% ലെസ് ദാൻ ദി റെഗുലർ വർക്കേഴ്സ്. റെഗുലർ വർക്കേഴ്സിന് കിട്ടുന്നതിനേക്കാൾ 47% കുറവാണ് ഈ രൂപത്തിൽ കോൺട്രാക്ട് ലേബേഴ്സിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. ദെൻ ലാർജ് എന്റർപ്രൈസസ് എക്സിബിറ്റഡ് ഗ്രേറ്റസ്റ്റ് വേജ്, ഓക്കെ, ഗ്രേറ്റസ്റ്റ് വേജ് ഗ്യാപ്പ്. അപ്പൊ ലാർജ് എന്റർപ്രൈസസിലാണ് ഇത്തരത്തിലുള്ള വേജ് ഗ്യാപ്പുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ലാർജ് എന്റർപ്രൈസസിലേക്ക് വരുന്ന സമയത്ത് വേജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 31% ആണ്. മീഡിയം ആവുന്ന സമയത്ത് 23% ആവുന്നത്, സ്മോൾ എന്റർപ്രൈസസ് ആവുന്ന സമയത്ത് 12% മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു ഫാക്ടും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ എംപ്ലോയർ കോസ്റ്റ് സേവിങ്സ് ആർ ഈവൻ മോർ സ്ട്രൈക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ കോൺട്രാക്ട് ലേബേഴ്സിനെ എടുക്കുന്നത് മൂലം സാധാ വർക്കേഴ്സിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ 24% ലെസ് കോസ്റ്റില് ഇവർക്ക് ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ കമ്പനികൾക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ കോൺട്രാക്ട് ലേബർ
അതിന്റെ ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റിയിൽ കോൺട്രാക്ട് ലേബർ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളത്. സോ അതിന്റെ ഫസ്റ്റത്തേതാണ് വർക്ക് ഫോഴ്സ് സ്റ്റെബിലിറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, കമ്പനീസിന് പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒരാളെ ഹയർ ചെയ്യാം കോൺട്രാക്ട് ബേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതല്ലാതെ ഫോർമൽ ആയിട്ട് ഒരാളെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് അയാൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അയാൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ 2-3 മാസത്തോളം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇങ്ങനെ ഹയർ ചെയ്ത ആൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇനി ഇയാളെ പുറത്താക്കണമെങ്കിൽ പോലും നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അങ്ങനെ നോട്ടീസ് പീരീഡ് പുറത്താക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് റിസ്കുകൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് ലേബറിലൂടെ ഒരാൾ എടുക്കുന്ന സമയത്ത് ഒരു കമ്പനിക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, സോ ദ കോൺട്രാക്ട് ലേബർ ക്യാൻ കോൺട്രിബ്യൂട്ട് ബെനിഫിഷ്യലി ബൈ ബ്രിങ്ങിങ് ജോബ് സ്പെസിഫിക് എക്സ്പെർട്ടൈസ്. അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ജോലി ഉണ്ടാകുമ്പോൾ അതിലേക്ക് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാം, കമ്പനിക്ക് കണ്ടെത്താം. ആൻഡ് ഓഫറിംഗ് ഫേം എ ബഫർ ടു റാപ്പിഡ്ലി റെസ്പോണ്ടിങ് ടു ദ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. അപ്പൊ മാർക്കറ്റിൽ പെട്ടെന്നായിരിക്കും ചേഞ്ചസ് വരുന്നത്. അപ്പൊ ആ ചേഞ്ചസിനനുസരിച്ച് പെട്ടെന്ന് കമ്പനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്ന ഹയറിംഗിൽ വരുന്ന ഒരു ഡിലേ കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതാണ് കോൺട്രാക്ടിങ് ഫേംസ് മേ മിസ് അലൈൻ ഇൻസെന്റീവ്സ് വിത്ത് സബ് കോൺട്രാക്ടേഴ്സ്. അതൊരു ഇഷ്യൂ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനായിരിക്കും ഈ രൂപത്തിൽ കോൺട്രാക്ട് വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ദെൻ ബി എന്ത് ചെയ്യുന്നതായിരിക്കും, എംപ്ലോയീസിനെ ഹയർ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും എ കൊടുക്കുന്ന എല്ലാ ബെനിഫിറ്റുകളും ബി എന്ത് ചെയ്യില്ല, ഈ പറയുന്ന എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദ കോൺട്രാക്ടിങ് ഫേം മേ മിസ് അലൈൻ ഇൻസെന്റീവ്സ് വിത്ത് സബ് കോൺട്രാക്ടേഴ്സ്. ഇവരാണ് എന്ത്, സബ് കോൺട്രാക്ടേഴ്സ്. അപ്പൊ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വർക്ക് ഫോഴ്സ് സ്റ്റെബിലിറ്റിനെ കാര്യമായിട്ട് ബാധിക്കും. ഇറ്റ് റെഡ്യൂസസ് ദ വർക്ക് ഫോഴ്സ് സ്റ്റെബിലിറ്റി. അപ്പൊ വർക്കേഴ്സ് എന്തായിരിക്കില്ല, ദേ വോണ്ട് ബി സാറ്റിസ്ഫൈഡ്, ദേ വോണ്ട് ബി ഹാപ്പി ഇൻ ദെയർ വർക്ക്. അവരുടെ ജോലിയിൽ അവരെന്തായിരിക്കില്ല, തൃപ്തരായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, അവർ കോൺട്രാക്ട് വർക്ക് ആണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് ഊരി പോരാനും സാധിക്കും. ഓക്കെ, അതായത് ഇവിടെ ഒരു ഫോർമൽ എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ഒരു നോട്ടീസ് പീരീഡ് കൊടുക്കേണ്ട കാലാവധി ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2 മാസമൊക്കെ നോട്ടീസ് പീരീഡ് ആയിരിക്കും. ആ സമയത്ത് അയാൾ അവിടെ വർക്ക് ഉണ്ട് വരും. എന്നാൽ ഒരു കോൺട്രാക്ട് ബേസ്ഡ് ലേബർ ആകുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും, കമ്പനികളിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകും. അത് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ഫോഴ്സ് സ്റ്റെബിലിറ്റിയെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഓവറോൾ ലോ പ്രൊഡക്ടിവിറ്റിയിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയിയെ എന്ത് ചെയ്യാണ്, കമ്പനിയിലേക്ക് ഹയർ ചെയ്യുകയാണ്. അങ്ങനെ ഈ ഹയർ ചെയ്ത എംപ്ലോയിക്ക് ട്രെയിനിങ്, ഓക്കെ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. കാരണം ഇയാൾ ഒരു ലോങ് ടേമിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിട്ടും ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയാണ്, ഇവിടെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇൻസെന്റീവ്സ് കാര്യങ്ങളൊക്കെ കിട്ടും, പ്രൊമോഷൻസ് കിട്ടും, സാലറി ഹൈക്ക് കിട്ടും. അപ്പം ഇയാൾക്ക് തന്നെ എന്തുണ്ടായിരിക്കും, ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും തന്റെ വർക്ക് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, തന്റെ പെർഫോമൻസ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു കോൺട്രാക്ട് ലേബർ അയാളെ എപ്പോൾ പിരിച്ചുവിടുന്ന അയാൾക്ക് തന്നെ അറിയില്ല, എപ്പോൾ വേണേലും പിരിച്ചുവിടാം. ആ ഒരു ജോലി കഴിയുന്നവരെ മാത്രമേ ആ ഒരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫേമുമായിട്ട് അയാൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്യില്ല, പുതിയ സ്കില്ല് പഠിക്കാനൊന്നും അയാൾ ശ്രമിക്കില്ല. മാത്രമല്ല എപ്പോൾ വേണേലും പിരിച്ചുവിടാൻ സാധ്യതയുള്ള ഒരാളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ശ്രമിക്കില്ല. പലപ്പോഴും 3-4 മാസത്തേക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരാളെ ഹയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെന്റും സംഭവിക്കുന്നില്ല. ഓക്കെ, സ്കിൽ ഡെവലപ്മെന്റും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോ പ്രൊഡക്ടിവിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈംലി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്. നമ്മുടെ ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഗവൺമെന്റ് ലേബർ സെക്ടറിലെ പ്രധാനപ്പെട്ട 3 കോഡുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഡാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇത്തരത്തിൽ കോൺട്രാക്ട് ബേസ്ഡ് ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചാലഞ്ചസ് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. സോ ഇൻ റെസ്പോൺസ് ടു ദിസ് ചാലഞ്ചസ്, ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് ഇൻ 2020 and we need this to implement. So the code aims to grant firms greater flexibility through direct firm term contract with the non-regular workers, eliminating the third-party intermediaries while ensuring baseline statutory benefit, reducing the workers' exploitation. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് ഫേംസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇന്റർമീഡിയറീസിന് എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. വർക്കേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്.
അതായത് ഓവർ ടൈം ഡ്യൂട്ടി ഒക്കെ എടുക്കുന്നത് കോൺട്രാക്ട് വർക്കേഴ്സ് ആണെങ്കിൽ പോലും അവർക്കും എന്ത് ചെയ്യണം, എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷന്റെ ചാൻസസ് കുറയ്ക്കാൻ ഈ ഒരു ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ഇൻസെന്റീവ് ഫേംസ് ഫോർ ലോങ് ടേം കോൺട്രാക്ട്. ഓക്കെ, ലോങ് ടേം കോൺട്രാക്ടുകളിലേക്ക് ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫേംസിന് ഇൻസെന്റീവ്സ് കൊടുക്കുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ടാക്സ് റിബേറ്റ് കൊടുക്കുക, ഓക്കെ, അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുക. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്യുക, എംപ്ലോയീസിന് ഇപ്പം ലോങ് ടേം കോൺട്രാക്റ്റിൽ എടുക്കുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് പല കമ്പനികൾക്കും ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ അതൊരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി അവരുടെ ട്രെയിനിങ്ങിനുള്ള കോസ്റ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും, ഗവൺമെന്റ് ഏറ്റെടുക്കുക. ഓക്കെ, സോ അതും എന്ത് ചെയ്യാം, നമുക്ക് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഇത്തരത്തിൽ ലോങ് ടേം കോൺട്രാക്റ്റുകളിലേക്ക് ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനികളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് എന്ത് ചെയ്യുക, ഗവൺമെന്റ് കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഗവൺമെന്റ് തന്നെ ചില സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ എന്ത് ചെയ്യുന്നതായിരിക്കണം, ഫേംസിന് അല്ലെങ്കിൽ കമ്പനീസിന് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് കമ്പനീസ് എന്ത് ചെയ്യുന്നതായിരിക്കും, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ രൂപത്തിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഫേമില്, ഓക്കെ, നമ്മുടെ ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ ലോങ് ടേം കോൺട്രാക്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കുറച്ചു കാലം മുമ്പ് വരെ 2022 വരെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് സ്കീമായിരുന്നു പ്രധാനമന്ത്രി റോസ്ഗർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് പ്രധാനമന്ത്രി റോസ്ഗർ പ്രോത്സാഹൻ യോജനയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പനീസിന് ഉണ്ടാവുന്ന നഷ്ടം അല്ലെങ്കിൽ കമ്പനീസിന് എംപ്ലോയ്മെന്റ് ട്രെയിനിങ്, അതുപോലെ തന്നെ കമ്പനീസിന് ഇപ്പം പെൻഷൻ സ്കീമിലേക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത്, അതായത് EPFO കോൺട്രിബ്യൂഷന്റെ ഒക്കെ ഒരു പെർസെൻറ്റേജ് ഗവൺമെന്റ് ഏറ്റെടുക്കും. Okay, so this incentive encouraged formal job creation by subsidizing employer contribution to the pension, provident fund, etc. Okay, പെൻഷനിലേക്കും പ്രൊവിഡന്റ് ഫണ്ടിലേക്കും ഒക്കെയുള്ള കോൺട്രിബ്യൂഷൻസിന് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സബ്സിഡൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനീസിന്റെ മുകളിലുള്ള ബേർഡൻ കുറയും. ഓക്കെ, കമ്പനീസിന്റെ മുകളിലുള്ള ബേർഡൻ കുറയും. അപ്പൊ അതുകൊണ്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നതായിരിക്കും, ലോങ് ടേമിലേക്ക് ആളുകളെ എടുക്കുന്നതായിരിക്കും. ഈ ഒരു ഗവൺമെന്റ് സ്കീം 2022 നമ്മൾ എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. അപ്പൊ അതിന് പകരമായിട്ട് ഈ ഒരു സ്കീം നമ്മൾ എന്ത് ചെയ്യണം, റീഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതും എന്ത് ചെയ്യുന്നതായിരിക്കും, ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഇത്തരത്തിലുള്ള ലോങ് ടേമിലേക്ക് കമ്പനിയിൽ നിന്ന് ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ ന്യൂസ് അനാലിസിസിൽ ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് ന്യൂസ് അനാലിസിസ്. നിങ്ങളുടെ റെസ്പോൺസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഞങ്ങളെ അറിയിക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ന്യൂസ് അനാലിസിസ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് എവരി വൺ.